ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി ഹമാസ് നേതാക്കൾ കെയ്റോയിൽ. ഹമാസ് ഉദ്യോഗസ്ഥരാണ് ഈജിപ്തിൽ നടക്കുന്ന ഈ ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതും ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇസ്രയേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട് 2 ദിവസത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നിവരുമായി അമേരിക്ക വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് പ്രധാനമായും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ശുഭസൂചകമായിട്ടാണ് ഏവരും കാണുന്നത്. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള US, ഫ്രാൻസ് നിർദ്ദേശങ്ങൾ ഇസ്രയേലും ലെബനനും അംഗീകരിക്കുകയായിരുന്നു. നയതന്ത്ര തലത്തിൽ ആഴ്ചകളോളം തുടർച്ചയായി നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് കരാർ നടപ്പിലായത്. കരാർ നടപ്പിലാക്കാൻ അമേരിക്കയും ഫ്രാൻസും ഇസ്രയേലും ലെബനനുമൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. US, ഫ്രാൻസ് പങ്കാളിത്തത്തിന് നന്ദി അറിയിച്ച ഇസ്രയേലും വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത ലെബനനും പ്രസ്താവന ഇറക്കിയിരുന്നു. അതേസമയം ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. പലസ്തീൻ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളിലെ ഇസ്രയേൽ അധിനിവേശം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും UN മേധാവി ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും UN പൊതുസഭയുടെയും വിധികൾക്ക് അനുസൃതമായാണ് വെടിനിർത്തൽ വേണ്ടത്. വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ഇസ്രയേൽ സൈനിക ആക്രമണങ്ങളെയും സെറ്റിൽമെന്റുകളുടെ വിപുലീകരണത്തെയും നിർബന്ധിത കുടിയൊഴിപ്പിക്കലുകളെയും അദ്ദേഹം അപലപിച്ചു. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയുടെ വിവിധ ഇടങ്ങളിലായി ഇന്നലെ 35 പേരാണ് കൊല്ലപ്പെട്ടത്. 94 പേർക്ക് പരിക്കേറ്റു. ആക്രമണം രൂക്ഷമായ ഷുജയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങളോട് ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബുറായിജിലും മഖാസിയിലും ആക്രമണത്തിൽ കുട്ടികളടക്കം 11 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ഗാസയിലെ ആശുപത്രിയിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആശുപത്രി മേധാവിക്ക് ഗുരുതര പരിക്കേറ്റു. കമാൽ അദ്വാൻ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ഹുസാം അബു സഫിയക്കാണ് ലോഹച്ചീളുകൾ മുതുകിലും തുടയിലും തുളഞ്ഞുകയറി മാരകമായി പരിക്കേറ്റത്. അതേസമയം ലബനനിൽ ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ ലംഘിച്ചുവെന്ന ആരോപണവുമായി ഹിസ്ബുള്ള രംഗത്തെത്തി. കരാർ 3-ാം ദിവസത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇസ്രയേൽ കരാർ ലംഘിച്ചത്. കരാറുകൾ ലംഘിക്കുന്നത് ഇസ്രയേലിന്റെ പതിവ് രീതിയാണെങ്കിലും ലബനനിലെ ലംഘനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുമെന്നാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രിക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഗാസയിലെ ആക്രമണങ്ങൾക്ക് അറുതിയായില്ലെന്ന് മാത്രമല്ല, ഇതിനുശേഷം വർദ്ധിച്ചുകൊണ്ടുമിരിക്കുകയാണ്. അന്താരാഷ്ട്ര കോടതിയോടുള്ള കലിപ്പ് മുഴുവനും ഇസ്രായേൽ സൈന്യം തീർക്കുന്നത് ഗാസയിലെ പാവപ്പെട്ടവർക്ക് നേരെയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.